ഹായ് ഫ്രണ്ട്സ്, ഈ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻസിലെ 4 പ്രോബ്ലംസ് ആണ്. ആ 4 പ്രോബ്ലംസ്, ഓരോ പ്രോബ്ലം, അതിനുശേഷം അതിൻ്റെ സൊല്യൂഷൻസ് എന്നീ രീതിയിലാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ വീഡിയോയിലുള്ള പ്രോബ്ലംസിൻ്റെ സൊല്യൂഷൻസ് ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് പ്രോബ്ലത്തിലോട്ടും തുടർന്ന് സൊല്യൂഷനിലേക്കും പോകാം. ആദ്യത്തെ പ്രോബ്ലം നമ്പർ 1. ഷോ ദാറ്റ് ദി ഫോളോയിങ് നോൺ ലീനിയർ സിസ്റ്റം ഹാസ് 18 സൊല്യൂഷൻ ഇഫ് 0 ലെസ് ദാൻ ആൽഫ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2π, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2π and 0 less than or equal to gamma less than or equal to 2π, where we have the nonlinear system sin alpha plus 2 cos beta plus 3 tan gamma equal to 0, 2 sin alpha plus 5 cos beta plus 3 tan gamma equal to 0, minus sin alpha minus cos beta plus 5 tan gamma equal to 0. ഇവിടെ നമ്മൾ മെട്രിസസിൻ്റെ റോ എക്കലൻ, റെഡ്യൂസ്ഡ് റോ എക്കലൻ എന്നീ 2 മെത്തേഡ്സ് ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഗൗസിയൻ അല്ലെങ്കിൽ ഗൗസ് ജോർഡാൻ എലിമിനേഷൻ എന്നീ മെത്തേഡുകൾ ഉപയോഗിച്ചാണ് ഇവിടെ നമ്മൾ പ്രോബ്ലംസ് ചെയ്യുന്നത്. നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള ആ 3 സിസ്റ്റംസ്, സൈൻ ആൽഫയ്ക്ക് പകരം നമ്മൾ എക്സ്, കോസ് ബീറ്റയ്ക്ക് പകരം നമ്മൾ വൈ, ടാൻ ഗാമയ്ക്ക് പകരം നമ്മൾ സെഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് അതിനെ ഒരു ലീനിയർ ഇക്വേഷൻസ് ആക്കി കിട്ടുകയുള്ളൂ. ആ ലീനിയർ ഇക്വേഷൻസ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് 2y പ്ലസ് 3z ഈക്വൽ ടു 0, 2x പ്ലസ് 5y പ്ലസ് 3z ഈസ് ഈക്വൽ ടു 0, മൈനസ് എക്സ് മൈനസ് 5y പ്ലസ് 5z ഈസ് ഈക്വൽ ടു 0. ഇതാണ് അതിൻ്റെ ലീനിയർ ഇക്വേഷൻസ് ആക്കി കൺവേർട്ട് ചെയ്ത ഫോം. ഇനി ഇതിൻ്റെ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് നമ്മൾ എഴുതുകയാണ്. ഇതിൻ്റെ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എന്ന് പറയുന്നത് മെട്രിക്സ് 1 2 3 0, 2 5 3 0, -1 -y 5 0. തുടർന്ന് നമ്മൾ ഗൗസിയൻ എലിമിനേഷൻ ആണ് ഉപയോഗിക്കുന്നത്. ഗൗസിയൻ എലിമിനേഷൻ ഉപയോഗിക്കുന്നത് വഴി നമുക്ക് ഇതിനെ റോ എക്കലൻ ഫോമാക്കി മാറ്റാനായിട്ട് സാധിക്കും. ഗൗസിയൻ എലിമിനേഷൻ ഇതാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഗൗസിയൻ എലിമിനേഷൻ എന്ന് പറഞ്ഞാൽ ലീഡിങ് 1 ഉണ്ടാകും, അതിന് താഴെ സീറോസ് ആയിരിക്കും. അങ്ങനെ നമുക്ക് ഗൗസിയൻ എലിമിനേഷൻ ഇതിൽ നടത്താവുന്നതാണ്. അതായത് R2 ഈക്വൽ ടു -2R1 പ്ലസ് R2. നമ്മൾ റോ 2-ൽ നമ്മൾ ഇങ്ങനെയൊരു എലമെൻ്ററി റോ ഓപ്പറേഷൻ നടത്തുകയാണ്. അതായത് R1 എന്ന റോവിനോടൊപ്പം നമ്മൾ 2 times റോ R1, and then we are adding it to the row R2. There will not be change for the system. Then നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് R3-നെ നമ്മൾ 2 റോസിൻ്റെ സമ്മാക്കി എഴുതുന്നു. അതായത് റോ R1 പ്ലസ് റോ R3. അതായത് നമുക്ക് കിട്ടാൻ പോകുന്നത് ഈ 2 റോ ഓപ്പറേഷൻസ് നടത്തിയതിന് ശേഷം നമുക്ക് കിട്ടുന്ന മെട്രിക്സ് എന്ന് പറയുന്നത് 1 2 3 0, 0 1 -3 0, 0 -3 8 0. ഇപ്പോൾ നമുക്ക് ലെഫ്റ്റ് കോളത്തിൽ 2ഉം 0 ആയി, ഒരു ലീഡിങ് 1ഉം ഉണ്ട്. തുടർന്ന് നമുക്ക് ഇനി അടുത്തത് ചെയ്യാനുള്ളത് ആ ലാസ്റ്റ് റോയിൽ നമുക്കതിനെ -3 എന്നുള്ളതിനെ നമുക്ക് 0 ആക്കി മാറ്റണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് വേരിയബിളായിട്ടുള്ള ഇസഡിനെ നമുക്ക് സെയിം വാല്യൂ കിട്ടും. അതിനെ മാറ്റാനായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് R3 ഈസ് ഈക്വൽ ടു 3R2 പ്ലസ് R3. അതായത് സെക്കൻഡ് റോവിനോടൊപ്പം നമ്മൾ 3 എന്ന കോൺസ്റ്റൻറ്റ് മൾട്ടിപ്ലൈ ചെയ്ത് അതിനെ R3 എന്ന റോവിനോട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ലാസ്റ്റ് റോയിലെ -3ക്ക് പകരം 0 എന്ന് വരും. ഒപ്പം 8ന് പകരം 1 എന്ന് വരും. 8ന് പകരം 1 അല്ല, -1 എന്ന് വരും. അങ്ങനെ നമ്മൾ ഇവിടെ ട്രാൻസ്ഫോർമേഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് കിട്ടാൻ പോകുന്നത് ഇങ്ങനെയൊരു സൊല്യൂഷൻ ആയിരിക്കും. അതായത് നമ്മുടെ മെട്രിക്സ് നമ്മൾ മുമ്പത്തെ സ്ലൈഡിൽ കണ്ടത് മെട്രിക്സ് 1 2 3 0, 0 1 3 -3 0,
0 0 -1 0. ഇതിൽ നിന്ന് നമുക്ക് ഇതിനെ ലീനിയർ സിസ്റ്റമാക്കി ഡെവലപ്പ് ചെയ്യാം. ലീനിയർ സിസ്റ്റമാക്കി ഡെവലപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് -z = 0 എന്ന് വരും. -z 0 ആണെങ്കിൽ y - 3z = 0. സോ z 0 ആണ്. z 0 ആണെങ്കിൽ y - 0 = 0. സോ y = 0. അതുപോലെ തന്നെ വൈക്കും സെഡിനും 0 ആണെങ്കിൽ ഇതിൽ എക്സിലെ 0 ആയിരിക്കും. നമുക്ക് 3 ലീനിയർ സിസ്റ്റം ഇവിടെ കിട്ടിയിട്ടുണ്ട്. x + 2y + 3z = 0, y - 3z = 0, -z = 0. ഇത് നമുക്ക് കിട്ടിയത് റോ എക്കലൻ ഫോമാക്കി മാറ്റിയത് കൊണ്ടാണ്. അങ്ങനെ നമുക്ക് സൊല്യൂഷൻ കിട്ടിയിട്ടുള്ളത് x = y = z = 0. പക്ഷേ നമുക്ക് x y zനെ ഇവിടെ കൊടുത്തിരിക്കുന്നതനുസരിച്ച് x sin ആൽഫയാണ്, y cos ബീറ്റയാണ്, z tan ഗാമയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ അതിൻ്റെ ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തേണ്ടതായിട്ടുണ്ട്. ദാറ്റ് ഈസ് sin ആൽഫ = 0, cos ബീറ്റ = 0, tan ഗാമ = 0. sin ആൽഫ 0 ആണെങ്കിൽ 0 2π ഇൻ്റർവെല്ലിലാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ആൽഫയുടെ വാല്യൂസ് ഏതൊക്കെയായിരിക്കും? ആൽഫ ടേക്കപ്പ് ചെയ്യുക 0, π, 2π എന്നീ 3 വാല്യൂസാണ്. അതുപോലെ തന്നെ കോസ് ബീറ്റ 0 ആണ്. 0 to 2π എന്ന് പറയുന്ന ആ ഇൻ്റർവെല്ലാണ് ബീറ്റ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ബീറ്റയുടെ വാല്യൂസ് π/2ഉം 3π/2ഉമാണ്. ഇനി ടാൻ ഗാമ = 0. ടാനും 0 മുതൽ ടാൻ അല്ലെങ്കിൽ ഗാമ എന്ന് പറയുന്നത് 0 മുതൽ 2π വരെയുള്ള ഇൻ്റർവെല്ലാണ്. അപ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടും? ഗാമയുടെ വാല്യൂ 0, π, 2π എന്നീ വാല്യൂസ് ആയിരിക്കും നമുക്ക് കിട്ടുക. അങ്ങനെ നമുക്ക് ആൽഫയ്ക്ക് 3 പോസിബിലിറ്റീസ് ഉണ്ട്, ബീറ്റയ്ക്ക് 2 പോസിബിലിറ്റീസും ഗാമയ്ക്ക് 3 പോസിബിലിറ്റീസുമാണുള്ളത്. അങ്ങനെ നമുക്ക് ഇതിനെ കമ്പൈൻ ചെയ്യാവുന്നതാണ്. നമുക്കറിയാം കോമ്പിനേഷൻസ് അനുസരിച്ച് നമ്മൾ നോക്കുമ്പോൾ 3 × 2 × 3 ആൻസർ വരിക 18 ആയിരിക്കും. നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് ഉള്ളത് ഷോ ദാറ്റ് ദിസ് സിസ്റ്റം ഹാസ് 18 സൊല്യൂഷൻ. നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതിന് 18 സൊല്യൂഷൻസ് ഉണ്ട് എന്നാണ്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ഇതൊന്ന് കാണാം. 0 π/2 0, 0 3π/2 0, അങ്ങനെ 18 ഡിഫറെൻറ്റ് സൊല്യൂഷൻസ് ആണ് നമുക്കിവിടെ കിട്ടുക. ഈ പ്രോബ്ലം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. പ്രോബ്ലം നമ്പർ 2 എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ, പക്ഷേ ഇവിടെ സോൾവ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. സോൾവ് ദി ഫോളോയിങ് സിസ്റ്റം ഓഫ് നോൺ ലീനിയർ ഇക്വേഷൻസ് ഫോർ അൺനോൺ ആംഗിൾസ് ആൽഫ, ബീറ്റ ആൻഡ് ഗാമ വേർ 0. ആൽഫയുടെ ലിമിറ്റ് എന്ന് പറയുന്നത് 0 2πയും ബീറ്റയ്ക്കും 0 2π തന്നെയാണ്. പക്ഷേ ഗാമയ്ക്ക് 0 π ആണ്, പൈ ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ നമ്മളിവിടെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നോൺ ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നിരിക്കുന്നതനുസരിച്ച് 2 sin ആൽഫ മൈനസ് കോസ് ബീറ്റ പ്ലസ് 3 tan ഗാമ = 3, 4 sin ആൽഫ പ്ലസ് 2 കോസ് ബീറ്റ മൈനസ് 2 tan ഗാമ = 2, 6 sin ആൽഫ മൈനസ് 3 കോസ് ബീറ്റ പ്ലസ് tan ഗാമ = 9 എന്നാണ്. ഈ സൈൻ ആൽഫ, കോസ് ബീറ്റ, ടാൻ ഗാമ എന്നിത് മുമ്പത്തെ പ്രോബ്ലം അനുസരിച്ച് തന്നെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം ഒരു ലീനിയർ സിസ്റ്റമാക്കി മാറ്റിയിട്ടാണ് നമ്മൾ വാല്യൂസ് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. എങ്ങനെയാണ് അത് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. മുമ്പ് പറഞ്ഞതനുസരിച്ച് നമ്മൾ സൈൻ ആൽഫയ്ക്കും കോസ് ബീറ്റയ്ക്കും ടാൻ ഗാമയ്ക്കും നമ്മൾ XYZ എന്ന സൈൻ ആൽഫ, കോസ് ബീറ്റ, ടാൻ ഗാമ അതിനെ XYZ എന്ന് റെസ്പെക്റ്റീവ്ലി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്കൊരു ഓഗ്മെൻറ്റഡ് മെട്രിക്സ് കിട്ടും. ആ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എന്ന് പറയുന്നത് 2 - 1 3 3, 4 2 - 2 2, 6 - 3 1 9 എന്നിവയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ ഒരു റോ എക്കലൻ ഫോമോ അല്ലെങ്കിൽ റെഡ്യൂസ്ഡ് റോ എക്കലൻ ഫോമോ ആക്കി മാറ്റിയാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും എളുപ്പമുള്ള ഒരു വഴിയിലൂടെ നമുക്ക് ഈ സൊല്യൂഷൻസ് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കണം. അതിനായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് റോ എലമെൻ്ററി റോ ഓപ്പറേഷൻസ് ആണ്. ഇവിടെ R2 ഇംപ്ലൈസ് ഇവിടെ -2R1 + R2, -1 അല്ല -2 ആണ് ഇവിടെ നമ്മൾ നോക്കേണ്ടത്. -2R1 + R2 അങ്ങനെ വന്നാൽ നമുക്ക് ആ മെട്രിക്സ് എന്ന് പറയുന്നത് 2 - 1 3 3, 0 4 -8 -4, 6 - 3 1 9 എന്നിത് കിട്ടും. ഇനി വീണ്ടും നമ്മൾ അടുത്ത റോ ഓപ്പറേഷൻ നടത്തുമ്പോൾ R3 ഇംപ്ലൈസ് R3 ഗീവ്സ് -3R1 + R3, -3R1 + R3.
അങ്ങനെയാണെങ്കിൽ നമുക്ക് R3 എന്ന് പറയുന്ന റോയിലെ കംപ്ലീറ്റ്ലി 0 ആക്കാൻ പറ്റും. -8 മാത്രം അവിടെ നിർത്തിക്കൊണ്ട് നമുക്ക് ബാക്കിയുള്ളതെല്ലാം 0 ആക്കി മാറ്റാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മുടെ മെട്രിക്സ് മാറുക 2 -1 3 3 0 4 -8 -4 0 0 -8 0 എന്ന് വരും. അപ്പോൾ നമുക്ക് ലാസ്റ്റ് റോയിലെ ഒരെണ്ണം മാത്രം അവശേഷിക്കുന്നു, ബാക്കി എല്ലാം 0 ആണ്. അപ്പോൾ -8 tan gamma is equal to 0 എന്ന് വരും. അതായത് നമ്മളിവിടെ -8 z is equal to 0 എന്ന് എഴുതിയാലും മതി. അപ്പോൾ ഈ സെഡിന് പകരം നമുക്ക് tan gamma സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ബാക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് -8 tan gamma is equal to 0. അങ്ങനെയാണെങ്കിൽ tan gamma 0 ആണ്. അപ്പോൾ ഗാമ 0 എന്ന് വരും. കാരണം നമ്മൾ ഗാമയുടെ ഇൻ്റർവെൽ എടുത്തിരിക്കുന്നത് 0π ആണ്. അപ്പോൾ tan gamma 0 വരണമെങ്കിൽ ഗാമ 0 ആയേ പറ്റൂ. പൈ ഉണ്ട്, പക്ഷേ പൈ ഇൻ്റർവെല്ലിൽ ഇല്ല. ഇനി 4 cos ബീറ്റ പ്ലസ് അല്ലെങ്കിൽ -8 tan gamma ഈക്വൽ ടു -4. അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. അവിടെ -8 tan gamma ഓൾറെഡി 0 ആണ്. അതുകൊണ്ട് തന്നെ 4 cos ബീറ്റ പ്ലസ് 0 ഈസ് ഈക്വൽ ടു -4. അപ്പോൾ 4 cos ബീറ്റ ഈസ് ഈക്വൽ ടു -4, cos ബീറ്റ ഈസ് ഈക്വൽ ടു -1. അപ്പോൾ ബീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് 180 അഥവാ പൈ ആണ്, റേഡിയൻ മെഷേഴ്സ്. ഇനി അടുത്തത് നമ്മൾ സൈൻ അല്ലെങ്കിൽ സൈൻ ആൽഫയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പോകുന്നത്. ഇവിടെ ഓൾറെഡി നമ്മൾ കണ്ടു കോസ് ബീറ്റയുടെ വാല്യൂ -1 ആണ്, ടാൻ ഗാമയുടെ വാല്യൂ 0 ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് 2 sin alpha -1 plus 3 into 0 that is equal to 3. That is -1 of -1 എന്ന് 1 now. Then we take to other side, we get 2 sin alpha equal to 2. Then that implies sin alpha is equal to 1. Sin alpha 1 എന്ന് വരണമെങ്കിൽ ആൽഫയുടെ വാല്യൂ π/2 ആയിരിക്കണം. ഏത് ഇൻ്റർവെല്ലിൽ 0 2 പൈയിലെ π/2 ആയിരിക്കണം, അല്ലെങ്കിൽ 90 ഡിഗ്രി ആയിരിക്കണം. അപ്പോൾ നമുക്ക് ആൽഫയുടെ വാല്യൂ, ബീറ്റയുടെ വാല്യൂ, ഗാമയുടെ വാല്യൂ റെസ്പെക്റ്റീവ്ലി കിട്ടി π/2 π0. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലോട്ടാണ് പോകുന്നത്. പ്രോബ്ലം നമ്പർ 3. ഇത് ഒരു നോൺ ലീനിയർ ഇക്വേഷൻ ആണ്. ഈ നോൺ ലീനിയർ ഇക്വേഷനിൽ നമുക്ക് കൊടുത്തിരിക്കുന്നത് ഒരു ക്വാഡ്രാറ്റിക് ഫോമാണ്. അതായത് x² + y² + z² = 6, x² - y² + 2z² = 2, 2x² + y² - z² = 3. ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് ഈ x² y² z²നെ x y z ആക്കി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് സുഖമായിട്ട് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞതനുസരിച്ച് അപ്പോൾ നമ്മുടെ സിസ്റ്റം മാറുക x + y + z = 6, x - y + 2z = 2, 2x + y - z = 3. അപ്പോൾ നമുക്ക് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എഴുതാനായിട്ട് സാധിക്കുക 1 - 1 1 1 6, 1 - 1 2 2, 2 1 - 1 3. അങ്ങനെ നമുക്ക് ഗോസ് ജോർഡാൻ എലിമിനേഷൻ ഉപയോഗിച്ചാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ ഫസ്റ്റ് റോയിൽ നമ്മൾ -1 R1 + R2 ആണ് ആദ്യത്തെ എലിമെൻ്ററി റോ ഓപ്പറേഷൻ. രണ്ടാമത്തെ എലിമെൻ്ററി റോ ഓപ്പറേഷൻ -2 R1 + R3. അങ്ങനെ വന്നാൽ നമുക്ക് 1 1 1 6, 0 - 2 1 -4, 0 - 1 -3 -9. നമ്മൾ റോ 2 റോ 3യിലാണ് ഈ റോ ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇനി സെക്കൻഡ് റോയിൽ നമ്മൾ -1/2 ഇട്ട് കൊടുത്താൽ, അല്ലെങ്കിൽ -1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഫസ്റ്റ് റോ ചേഞ്ച് ഉണ്ടാവില്ല. സെക്കൻഡ് റോയിൽ നമുക്കതിന് 0 1 -1/2 2 എന്ന് വരും. 0 - 1 -3 -9 എഴുതാം. ഇനി ഫസ്റ്റ് റോ സെക്കൻഡ് റോയും തേർഡ് റോയിൽ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് തേർഡ് റോയിൽ ചേഞ്ച് കാണാനായിട്ട് സാധിക്കും. 1 1 1 6, 0 1 -1/2 2, 0 0 -7/2 -7. അങ്ങനെ നമുക്കവിടെ ചേഞ്ച് കാണാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് തേർഡ് റോയിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നത് ഇൻറ്റു -2/7 ആണ്. അപ്പോൾ നമുക്ക് -7/2നെ 1 ആക്കി കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ 1 1 1 6, 0 1 -1/2 2, 0 0 -7/2 എന്നുള്ളത് 1 ആയി. -7 ഉള്ളത് അപ്പോൾ എന്താവും? ഇൻറ്റു 2 ഇൻറ്റു -2/7 എന്താവും? 2 ആയി മാറും. അങ്ങനെ നമുക്ക് ലാസ്റ്റ് റോയിൽ നിന്ന് 0 0 1 2 എന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മുടെ ഫോർവേഡ് ഫേസ് കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്ക്വേർഡ് ഫേസിലോട്ട് പോകാം. നമുക്ക് അല്ലെങ്കിൽ നമ്മൾ ഗോസ് എലിമിനേഷൻ വഴിയും ഇത് പ്രോബ്ലം ചെയ്യാവുന്നതാണ്. പക്ഷെ നമ്മൾ
ഗോസ് ജോർഡാൻ എലിമിനേഷൻ ചെയ്യുകയാണ് ഇവിടെ. അങ്ങനെ നമ്മൾ ബാക്ക് എലിമിനേഷൻ, അതായത് നമ്മൾ ഈ ലീഡിങ് സീറോസിന് മുകളിൽ സീറോസ് എത്തിക്കാനാണ് നോക്കുന്നത്. അങ്ങനെ എത്തിക്കണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുക ആഡ് -1 ദി സെക്കൻഡ് റോ ടു ദി ഫസ്റ്റ് റോ, അതായത് -R2 + R1. അങ്ങനെ ആഡ് ചെയ്താൽ നമുക്ക് ഫസ്റ്റ് റോയിൽ ചേഞ്ച് വരും 1 0 3/2 4 0 1 -1/2 2 0 0 1 2. ഇനി നമ്മൾ തേർഡ് റോയിലാണ്. ഇനി നമ്മൾ മാറ്റം വരുത്താൻ പോകുന്നത് സെക്കൻഡ് റോയിലാണ്. ആ -1/2 മാറ്റണം. ഒപ്പം ഫസ്റ്റ് റോയിൽ 0 മാറ്റണം. അങ്ങനെ ഫസ്റ്റിലും സെക്കൻഡ് റോയിൽ നമ്മൾ ചേഞ്ച് വരുത്താനാണ് പോകുന്നത്. കാരണം ലാസ്റ്റ് റോയിൽ ഓൾറെഡി 0 0 1 എന്നുണ്ട്. അങ്ങനെ നമ്മൾ 1/2 ടൈംസ് R3 + R2 ചെയ്യുന്നു. ഒപ്പം തന്നെ -3/2 R3 + R1. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 1 0 0 1 0 1 0 3 0 0 1 2 എന്ന് വരും. ആ മെട്രിക്സ് നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിവിടെ സുഖമായിട്ട് സൊല്യൂഷൻ കിട്ടും. x = 1, y = 3, z = 2. അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ X Y Z വാല്യൂസ് കിട്ടി. അങ്ങനെയെങ്കിൽ നമുക്ക് ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ വഴി x² = 1, y² = 3, z² = 2. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് +or -1, അത് -1 +1 എടുക്കും. വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് +or -√3, -√3 +√3. z = +or -√2, അതായത് +√2 or -√2. ഈ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക്, ഫൈനൽ പ്രോബ്ലത്തിലേക്ക് പോകാം. പ്രോബ്ലം നമ്പർ 4 എന്ന് പറയുന്നത് സോൾവ് ദി സിസ്റ്റം ഓഫ് ദി ലീനിയർ ഇക്വേഷൻ. ലീനിയർ അല്ല, നോൺ ലീനിയർ ആണ്. ഇവിടെയും XYZ പവേഴ്സൊക്കെ -1 ആയിട്ട് വരും. സോ XYZ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. സോ 1/x + 2/y - 4/z = 1, 2/x + 3/y + 8/z = 0, -1/x + 9/y + 10/z = 5. ഇവിടെയും നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തിട്ടാണ് നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് A ആണ്. A = 1/x, B = 1/y, C = 1/z. അപ്പോൾ നമുക്ക് ലീനിയർ സൊല്യൂഷൻ കിട്ടുക A + 2B - 4C = 1, 2A + 3B + 8C = 0, -A + 9B + 10C = 5. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗോസ് ജോർഡാൻ എലിമിനേഷൻ ഫോമാണ്. അപ്പോൾ നമുക്ക് ഈ ഗോസ് ജോർഡാൻ എലിമിനേഷൻ ഫോം ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ലീഡിങ് സീറോസ് ഉണ്ടാവണം. ലീഡിങ് സീറോസിൻ്റെ ടോപ്പും ബോട്ടവും എന്തുണ്ടാവണം? സീറോസായി നമുക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് റോ 1 -2 R1 + R2. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ R1 + R2. അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെട്രിക്സ് മാറുക 1 2 -4 1 0 -1 16 -2 0 11 6 6 എന്ന് വരും. ഇനി when we multiply, now we are going to multiply that is 2R2 + R1. Then we are doing the next row operation, that is 11R2 + R3. അങ്ങനെ നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് 1 0 28 -3 0 -1 16 -2 0 0 182 -16 എന്ന് വരും. ഇനി നമ്മൾ സെക്കൻഡ് റോ, അതായത് -R2 എന്ന റോ ഓപ്പറേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനെ സെക്കൻഡ് റോയിൽ നമുക്ക് 16 -16 ആവും, -1 1 ആവും, -2 2 ആവും. അതിനുശേഷം തേർഡ് റോവിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നത് 1/182 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് തേർഡ് റോ കിട്ടുക 0 0 1 -8/91 എന്നാണ്. അതായത് -16/182 നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് -8/91 എന്ന് കിട്ടും. അങ്ങനെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്, ഇനി നമുക്ക് മാറ്റാനുള്ളത് ഈ 28ഉം -16ഉമാണ്. ബാക്കിയെല്ലാം 0 0 ടോപ്പ് ആൻഡ് ബോട്ടം 0 ആയി കഴിഞ്ഞു ലീഡിങ് വൺസിൻ്റെ. ഇനി നമുക്ക് മാറ്റാനുള്ളത് 28ഉം -16ഉമാണ്. അത് മാറ്റാൻ പോകുന്നത് ഈ റോ ഓപ്പറേഷൻ ഉപയോഗിച്ചാണ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ -28 R3 + R1. അതിനുശേഷം 16 R3 + R2. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 0 0 -7/13 0 1 0 54/91 0 0 1 -8/91. അപ്പോൾ നമുക്ക് സൊല്യൂഷൻസ് കിട്ടുക A = -7/13, B = 54/91, C = -8/91.
ഇവിടെ ഗോസ് ജോർഡൻ എലിമിനേഷൻ ഫോം ഉപയോഗിച്ചതിൻ്റെ കാരണമെന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻ ചിലപ്പോൾ ഫ്രാക്ഷണൽ ഫോം ആവും. ഫ്രാക്ഷണൽ ഫോം ആകുമ്പോൾ നമുക്കത് പ്രോബ്ലം ചെയ്യുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടാവും. അപ്പോൾ നമുക്ക് ABC ഡയറക്റ്റായിട്ട് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതിനെ ഗോസ് ജോർഡൻ എലിമിനേഷൻ ഫോം, കാരണം ഇവിടെ ആകെ 3 വേരിയബിൾസേ ഉള്ളൂ. സോ 0 1 0 അങ്ങനെയുള്ള ഫോമിൽ നമുക്ക് കിട്ടും. ഗോസ് ജോർഡൻ എലിമിനേഷൻ ആണ് ഇവിടെ ബെറ്റർ ആയിട്ട് നമ്മൾ തോന്നുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് x is equal to -13/7, അതായത് -7/30 -13/7 ആവും. y is equal to 54/91 എന്നുള്ളത് 91/54 ആവും. z എന്ന് പറയുന്നത് -8/91 എന്നുള്ളത് -91/8 എന്നാവും. ഈ 4 പ്രോബ്ലത്തിലും നമ്മൾ ചെയ്ത മെത്തേഡ് എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ. നമുക്ക് തന്നിരിക്കുന്നതെല്ലാം നോൺ ലീനിയർ ഇക്വേഷൻസ് ആണ് വിത്ത് ദി സ്യൂട്ടബിൾ മാക്സിമം അല്ല, എല്ലാത്തിലും നമ്മൾ 3 അൺനോൺസ് വെച്ചിട്ടാണ് പ്രോബ്ലംസ് ചെയ്തിട്ടുള്ളത്. എല്ലാം നോൺ ലീനിയർ ആണ്. 2 നമുക്ക് ആംഗിൾ വെച്ചിട്ടാണ് നമുക്ക് തോന്നുന്നത് ആൽഫയും ബീറ്റ ഗാമ ഫോമാണ്. മറ്റൊരെണ്ണത്തിൽ നമുക്ക് അത് ക്വാഡ്രാറ്റിക് ആണ് നമ്മളുടെ ഇക്വേഷൻ, അതിനെ നമ്മൾ ലീനിയർ ആക്കി അതിനുശേഷം നമ്മൾ ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷനാണ് ചെയ്തിട്ടുള്ളത്. ഈ ലാസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് നമുക്ക് XYZ പവർ -1 ആണ്. അതൊരു ലീനിയർ ഇക്വേഷൻ പോലും അല്ല. അതിനെ നമ്മൾ ലീനിയർ ഇക്വേഷനാക്കി കൺവേർട്ട് ചെയ്ത് തുടർന്ന് നമ്മൾ ഗൗസിയൻ അല്ലെങ്കിൽ ഗോസ് ജോർഡൻ എലിമിനേഷൻ മെത്തേഡ്സ് ഉപയോഗിച്ച് നമ്മൾ അതിൻ്റെ അൺനോൺസ് കണ്ടുപിടിക്കുന്നു. തുടർന്ന് നമ്മൾ ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുകയാണ് ഈ 4 പ്രോബ്ലത്തിലും നമ്മൾ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ 4 പ്രോബ്ലംസിൻ്റെ മെത്തേഡ്സും വഴികളും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. I think this video is useful for you. Thank you.